ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ആമി സ്കൂളിൽ പോയേക്കുവാണ്. ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ അവർക്ക് ഇന്ന് എക്സാം ഇല്ല, ഹാഫ് വർക്കിംഗ് ഡേ ആണ്. അങ്ങനെ പോയേക്കുവാണ് സ്കൂളിൽ. അവളെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞാനിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ ലഞ്ചൊക്കെ ഇനി വേണം ചെയ്യാനായിട്ട്. പിന്നില്ലേ, ഞാൻ എപ്പോഴും നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കും. നിങ്ങൾ എനിക്ക് ഇടുന്ന കമൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഞാൻ കണ്ടാൽ ഉടനെ തന്നെ റിപ്ലൈ തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 3 വീഡിയോ ആണ് വരുന്നത്. അപ്പം നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ചിലപ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിലും നമ്മൾ വരുന്ന ഏതെങ്കിലുമൊക്കെ വ്ളോഗിൽ അതിനെക്കുറിച്ച് പറയും കേട്ടോ. ഞാൻ എപ്പോഴാണോ കമന്റ് കാണുന്നത് അതിനനുസരിച്ച് വോയിസ് ഓവർ കൊടുത്തിട്ടില്ലെങ്കിൽ വരുന്ന വ്ളോഗിൽ ഞാൻ എല്ലാ കമന്റ്സിനും ഉള്ള ആൻസേഴ്സ് പറഞ്ഞും ആണ് പോകുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാലാണ് നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ 1-2 വീഡിയോസ് ഇതുപോലെ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവരാരും അതിൽ കമന്റ് ഒന്നും അറിയിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവർ പിന്നീട് വീഡിയോസ് കണ്ടു കാണത്തില്ലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഒരു 2 ആഴ്ച മുന്നേ ഒക്കെ പറയുകയാണെങ്കിൽ കറക്റ്റ് ആ ഡേറ്റിന് നമുക്ക് വീഡിയോ ഇടുന്ന ദിവസമാണെങ്കിൽ കൃത്യമായിട്ട് എത്തും. ആ ഒരു വീഡിയോയിൽ നമുക്ക് വിഷ് പറയാനായിട്ട് പറ്റുമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ചില ആളുകൾ ഇപ്പോഴും ഇട്ട കമന്റ് തന്നെ വീണ്ടും വീണ്ടും ഡൗട്ടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ റിപ്ലൈ കൊടുക്കുന്നതും അവർ കാണുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രാവിലെ ഇരുന്ന് വായിക്കുന്നതാണ്. അപ്പോൾ റിപ്ലൈ കൊടുക്കാനുള്ള കമന്റ്സ് ഒക്കെ ഇരുന്ന് വായിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഞാനിത് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ രാവിലെ കുറച്ച് നേരം എഡിറ്റിംഗ് ചെയ്യാനുള്ളത് ചെയ്യും, പിന്നെ കമന്റ്സിന് റിപ്ലൈ തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്തെങ്കിലും പണികൾ ചെയ്യും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ ഇടവിട്ട് ഞാൻ പോയിട്ട് പുതിയ കമന്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മിക്കവാറും കമന്റ്സ് ഇടുമ്പോൾ ഉടനെ തന്നെ മറുപടി തന്നില്ലെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും മറുപടി തരുന്നത് കേട്ടോ. ചില സമയത്ത് നമുക്ക് ഈ YT സ്റ്റുഡിയോ ആപ്പിനകത്ത് നമുക്ക് എല്ലാ കമന്റ്സും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ ക്രോം ബ്രൗസറിൽ പോയിട്ട് നോക്കേണ്ടി വരും. ചില കമന്റ്സ് എല്ലാം ഹെൽഡ് റിവ്യൂവിൽ കിടക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം റിപ്ലൈ തരാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് ഏതെങ്കിലും കമന്റ്സ് മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് എല്ലാവർക്കും കമന്റിന് റിപ്ലൈ തരുന്നത്. അപ്പോൾ അതേ ഇന്ന് എന്തായാലും കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആമി എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയ്ക്കാണ് വരത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഒരു 10 മണി വരെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സൗഹൃദത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സൗഹൃദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണല്ലേ. എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ ലോകത്തെ ഏറ്റവും നല്ല ബന്ധം എന്ന് പറയുന്നത് സൗഹൃദം തന്നെയാണല്ലേ. അതിപ്പം ആണും പെണ്ണും തമ്മിലാണെങ്കിലും ആണും തമ്മിലാണെങ്കിലും പെണ്ണും തമ്മിലാണെങ്കിലും സൗഹൃദം എന്ന് പറയുന്നത് പ്രത്യേകതരം വികാരം തന്നെയാണ്. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ, നമുക്ക് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ഈവൻ നമ്മുടെ ഹസ്ബൻഡിനോട് പോലും പറയാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഒരു നല്ല സുഹൃത്തിനോട് പറയാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗഹൃദത്തിന് അതിർവരമ്പുകളില്ല. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടിക്കഴിഞ്ഞാൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കാര്യത്തെ കുറിച്ചല്ല. അതേസമയം ചില സൗഹൃദങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടോക്സിക് ആയിട്ടുള്ള ചില സൗഹൃദങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങൾക്കും നല്ല വശം ഉള്ളതുപോലെ തന്നെ ഈ സൗഹൃദം എന്ന് പറയുന്ന കാര്യത്തിനും കുറേ ദോഷവശങ്ങളുണ്ടല്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണല്ലേ. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരെയും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും, നമ്മൾ എന്തും പറയും, ഏതൊരു വ്യക്തിയും നമ്മളോടൊപ്പം ജീവിതകാലം മുഴുവനും കാണും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് പിന്നെ പറയുകയും വേണ്ടല്ലേ, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഒരു പക്ഷേ ഒരാൾ നമ്മളോട് നല്ല രീതിയിൽ സ്നേഹം ഭാവിച്ച് വന്നാൽ പോലും അവരുടെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ലെങ്കിലും നമ്മൾ അവരെ ഒരു സംശയത്തിന്റെ നിഴലിലാണ് കാണുന്നതല്ലേ. ഞാനും അങ്ങനത്തെ ഒരാൾ തന്നെയാണ്. കാരണം നമുക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ കൂടുതലായിട്ടും അങ്ങനെ അടുപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കാത്തതല്ലേ. അപ്പോൾ നമുക്ക് സൗഹൃദത്തിൽ ഉണ്ടാകുന്ന ചില വിള്ളലുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത്തരം സ്വഭാവമുള്ള സൗഹൃദങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഞാനും എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളും ഞാൻ കണ്ടുമുട്ടിയ ചില ആളുകളുടെ സ്വഭാവങ്ങളും ഒക്കെയാണ് ഇന്നത്തെ
വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല, എല്ലാം തികഞ്ഞവരായിട്ടും ആരുമില്ല. എന്തൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ ഇന്നത്തെ ലോകത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് തന്നെ ജീവിച്ചേ പറ്റത്തുള്ളൂ അല്ലേ. നമ്മളെ പറ്റിക്കാനായിട്ട് എല്ലാവർക്കും എളുപ്പമാണ് ഇന്നത്തെ ഈ ലോകത്ത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പുറം ലോകത്ത് എന്താണ് നടക്കുന്നതെന്നൊക്കെ അറിഞ്ഞു വെച്ചിരുന്നാൽ കൂടുതൽ ചതിക്കുഴികളിൽ നമ്മൾ പോയി പെടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചതി പറ്റിയിരിക്കുന്നതും പല ആളുകൾക്കും സൗഹൃദം വഴി തന്നെ ആയിരിക്കും അല്ലെ. ഏത് തരത്തിലുള്ള ഫ്രണ്ട്സിനെയാണ് നമ്മൾ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കാൻ പാടില്ലാത്തതെന്നാണ് ഇത് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മളോട് ഒരാള് നല്ലൊരു സൗഹൃദമാണെന്നുണ്ടെങ്കിൽ നമ്മളെ എപ്പോഴും കേൾക്കുകയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഇമോഷൻസിനും അവർ വാല്യൂ തരികയും ചെയ്യും, നമുക്ക് സംസാരിക്കാനുള്ളൊരു അവസരം തരികയും ചെയ്യും. എന്നാൽ മറ്റു ചിലരാണെങ്കിൽ അങ്ങനെയല്ല, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയും നമ്മളെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അഭിപ്രായത്തിന് വില തരാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു വാല്യൂ തരാതെ അവരുടെ കാര്യം മാത്രം സംസാരിച്ചുകൊണ്ട് അവർ മാത്രം റൂൾ ചെയ്യുന്ന ഒരു രീതിയിലുള്ള സൗഹൃദം നിങ്ങൾക്കുണ്ടെങ്കിൽ പതിയെ അതിൽ നിന്നും ഒഴിവാകുക എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് എല്ലാവരെയും ഒഴിവാക്കണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഇല്ലല്ലേ. പക്ഷെ കുറെ നമുക്ക് ഈ ഒരു സ്വഭാവമുള്ള ഒരാളിനോട് നമ്മൾ അടുക്കും തോറും നമ്മൾ അറിയാതെ നമ്മളൊരു ടോക്സിസിറ്റി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കി നിർത്തുന്നതാണ് കൂടുതൽ നല്ലത്. ചില ആളുകളാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ തകർച്ച കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഇതിപ്പോ സുഹൃത്തുക്കൾ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ ബന്ധുജനങ്ങളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ ആയിരിക്കാം. ഇന്നത്തെ കാലത്ത് സ്വന്തം കൂടപ്പിറപ്പ് പോലും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ സന്തോഷിക്കുകയും നമ്മുടെ എന്ത് കാര്യങ്ങളിലും ഒരു സന്തോഷമില്ലായ്മ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരിൽ നിന്നും അകലം പാലിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, സ്നേഹം നടിച്ച് നമ്മുടെ കൂടെ നിൽക്കും, നമ്മൾ അവരോട് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുകയും ചെയ്യും. പക്ഷെ അവരെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അവസാനം നമുക്കിട്ടൊരു പണി തന്നിട്ടായിരിക്കും പോകുന്നത്. അവരുടെ വാക്കുകളിലൂടെ അവരെന്തെങ്കിലും ഒരു കുത്തുവാക്ക് നമ്മളെ പറഞ്ഞിട്ട് മാത്രമേ ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അത്രയും സിൻസിയർ ആയിട്ടാണല്ലോ അവരോട് നിൽക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ അവരോട് അഭിപ്രായങ്ങൾ ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. പക്ഷെ അവരെല്ലാം നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് അവസാനം ഒരു നെഗറ്റീവ് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു വിഷമം തന്നെ ഉണ്ടാക്കും അല്ലേ. അങ്ങനെ എനിക്കും ഒരുപാട് അവസരങ്ങളിൽ ഒരുപാട് പേരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദം പതിയെ പതിയെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. നിങ്ങളെ വളരാൻ അനുവദിക്കാത്ത സുഹൃത്തുക്കൾ എന്നും നിങ്ങൾക്കൊരു ഭീഷണി തന്നെ ആയിരിക്കും. കാരണം നിങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തുള്ള തെറ്റ് ഒരിക്കലും അംഗീകരിക്കുകയുമില്ല. അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ പോലും അവരതിനെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് അതിൽ ഒരു കുറ്റബോധം തോന്നാതിരിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ പഴയ പോലെ തന്നെ ജീവിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും മാറ്റങ്ങൾ നമ്മളെ മറ്റുള്ളവർ തിരുത്തി നമ്മളെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല മാറ്റമാണെന്നുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കുക തന്നെ വേണം അല്ലേ. അല്ലാതെ നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്, നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാവത്തില്ല അല്ലേ. ഏറെക്കുറെ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നതും കേൾക്കണം. അപ്പോൾ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും നമ്മൾ അത് ഉറപ്പായിട്ടും കേൾക്കണം. കേട്ടിട്ട് നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തിരുത്തണം. ചില ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ തിരുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോലും അവർക്കത് മനസ്സിലാവുകയും ഇല്ല. അതേപോലെ തന്നെ അവർക്ക് നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ ചില ആളുകളുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷെ നമുക്കൊരാവശ്യം വന്നാൽ അവരെ കാണത്തേ ഇല്ല. പക്ഷെ എന്നാൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടെ ഉണ്ടാവുകയും ചെയ്യും. എനിക്ക് ഒത്തിരി തവണ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. നമ്മളെ സമയവും നമ്മുടെ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോഴോ നമുക്കൊരു സങ്കടം വരികയോ ചെയ്യുമ്പോൾ ഇത്തരം ആൾക്കാരെ കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും നല്ല സുഹൃത്തുക്കളല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് പതിയെ ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം നമുക്കൊരു ഗുണവുമില്ലാതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചുകൊണ്ട് എന്താണല്ലേ. നല്ലൊരു സൗഹൃദമാണെന്നുണ്ടെങ്കിൽ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും വിട്ടുവീഴ്ചയും എല്ലാ കാര്യത്തിലും താങ്ങും തണലുമായിട്ട് നിൽക്കണ്ടേ? നിങ്ങളുടെ അസാന്നിധ്യത്തിൽ മറ്റുള്ളവരോട് നിങ്ങളുടെ കുറ്റം പറയുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവക്കാരും നമുക്ക് ചുറ്റുമുണ്ടല്ലേ. നമ്മളോട് നല്ല സ്നേഹത്തിൽ നിൽക്കും, നമ്മളോട് പറയുന്നത് നമ്മളെ കുറിച്ച് ഭയങ്കരമായിട്ട് സ്നേഹത്തിലായിരിക്കും. നീ ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ വേറൊരാളോട് പോയി പറയുന്നത് നിങ്ങളുടെ കുറ്റങ്ങളായിരിക്കും. പക്ഷെ നമ്മളത് തിരിച്ചറിയത്തുമില്ലല്ലേ. നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്, നമ്മുടെ നല്ല സുഹൃത്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് ഈ വ്യക്തി മറ്റൊരാളോട് നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുകയാണ് എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇത്തരം ആളുകളുടെ സ്വഭാവം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ വന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം ഇവർ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലാക്കുക ഈ ആളുകൾ നമ്മുടെ കുറ്റങ്ങളും നാളെ പറഞ്ഞ് നടക്കും എന്നുള്ളത്. ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട്. സൗഹൃദങ്ങൾക്കിടയിൽ കൂടെയുള്ള ഒരാൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അസൂയ ഉണ്ടാകുന്ന ചില വ്യക്തികൾ ഉണ്ടാവും അല്ലേ. അവർ നമ്മുടെ നല്ല സുഹൃത്തുക്കളായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷേ നമ്മൾ വളരാൻ തുടങ്ങുന്നു എന്നറിയുമ്പോൾ ഇവർക്ക് ഉള്ളിലൊരു ഭയങ്കര അസൂയയാണ്. ആ അസൂയ നമുക്ക് തുടക്കത്തിലേ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരത്തില്ല. പോകെ പോകെയാണ് നമ്മൾ അറിയുന്നത് ഇവർക്ക് നമ്മളോട് അസൂയയാണ്, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിൽ ഇവര് സന്തുഷ്ടരല്ല എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കുകയും നിങ്ങൾക്ക് മാനസികമായിട്ട് എപ്പോഴും ഒരു വിഷമം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളോടൊരു മത്സര ബുദ്ധി കാണിക്കുന്ന ആൾക്കാരും ചുറ്റുമുണ്ടായിരിക്കും. നല്ല സൗഹൃദമാണ് അല്ലെങ്കിൽ നല്ല കൂട്ടുകാരാണെന്നൊക്കെ പറയുമെങ്കിലും അവര് നിങ്ങളറിയാതെ നിങ്ങളോട് ഒരു മത്സര ബുദ്ധി കാണിക്കും. മത്സര ബുദ്ധിയൊക്കെ നല്ലത് തന്നെയാണ്. എല്ലാവരും ഉള്ളിലൊരു കോമ്പറ്റീഷൻ വെച്ച് ജീവിക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരാൾക്ക് നമ്മളോട് അത്രയും ഒരു അസൂയയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു മത്സര ബുദ്ധിയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പതിയെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ മാറിപ്പോവുക തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് പരാജയങ്ങളും അവർ ആഘോഷമാക്കും എന്നുള്ളതാണ്. നിങ്ങളോട് നല്ല സൗഹൃദം കാണിച്ചു നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുന്ന സമയത്ത് അവര് 4 പേരോട് പറഞ്ഞ് സന്തോഷിക്കുകയും അവർക്ക് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം കിട്ടുകയും ചെയ്യും. അപ്പോൾ മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാൾ ഒരിക്കലും നല്ലൊരു സുഹൃത്തല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുനീരിൽ സന്തോഷിക്കുന്നവരും ഉണ്ടാവുമല്ലേ. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കരഞ്ഞു കണ്ടാൽ മതി, നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം കണ്ടുപിടിക്കരുത് എന്ന് അങ്ങനെ ചിന്തിക്കുന്ന സുഹൃത്തുക്കളും ഉണ്ടാവും അല്ലേ. അപ്പം അത്തരം ആളുകളിൽ നിന്നും നമ്മൾ അകലം പാലിക്കണം. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, നമ്മളിപ്പോൾ സൗഹൃദത്തിന്റെ പേരിൽ നമ്മൾ അവരോട് എല്ലാം പറയും, നമ്മൾ നമ്മുടെ മനസ്സ് തുറന്നായിരിക്കും എല്ലാ കാര്യങ്ങളും പറയുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ആളുകൾ വിശ്വസിക്കത്തേ ഇല്ല. നിങ്ങളോട് ഒരു തരത്തിലുള്ള വിശ്വാസവും അവർക്ക് കാണത്തില്ല. നിങ്ങളെ എപ്പോഴും ഒരു സംശയത്തിന്റെ നിഴലിൽ കണ്ടുകൊണ്ടേയിരിക്കും. ഇത്തരം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവരെ അകറ്റി നിർത്തുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവരത് അംഗീകരിക്കത്തേ ഇല്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ നിങ്ങളെ ഏറ്റവും കൂടുതൽ എതിർക്കാനും അതുപോലെ തന്നെ ആ പറഞ്ഞത് ശരിയല്ല അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു അവസരം പോലും തരാതെ നമ്മളെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതും മാത്രമല്ല ഇത്തരം ആളുകൾ എപ്പോഴും നമ്മളോട് തർക്കത്തിന് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ. നമുക്ക് ഒരു കാര്യവും അവരോട് പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും മോശം പറഞ്ഞാലും അവരതിന്റെ ഓപ്പോസിറ്റ് കാര്യം പറഞ്ഞ് നമ്മളോട് തർക്കിച്ച് വാദിച്ച് ജയിക്കാനായിട്ട് നിൽക്കും. അപ്പം അത്തരം ആളുകളോട് നമുക്ക് ഒരുപാട് നേരം സംസാരിച്ച് നിൽക്കാനും പറ്റത്തില്ല. നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകയും വിഷമിക്കുകയും ചെയ്യും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പൊങ്ങച്ചം പറയുക, മറ്റുള്ളവരുടെ ലൈഫുമായി എപ്പോഴും കമ്പയർ ചെയ്ത് സ്വയം നന്നാവുകയുമില്ല, മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് നമ്മളെയും നന്നാവാൻ സമ്മതിക്കാതെ അങ്ങനെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ചില ബന്ധുക്കളുമുണ്ട്. അതുപോലെ തന്നെ ചില സൗഹൃദങ്ങളും ഉണ്ടല്ലേ. ഇത്തരം ആളുകളാണെങ്കിൽ എന്ത് കാര്യത്തിനും നെഗറ്റീവ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ അവർക്ക് എത്രയൊക്കെ നല്ല സൊല്യൂഷൻ പറഞ്ഞു കൊടുത്താലും എത്രയൊക്കെ നമ്മൾ പോസിറ്റിവിറ്റി അവരിലേക്ക് എടുത്തു കൊടുത്താലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ഒരു കാലത്തും
ഒരിക്കലും അവരതൊന്നും അംഗീകരിക്കത്തുമില്ല. അവർക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ചിന്തകളുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ആയിട്ട് നിങ്ങൾക്ക് സൗഹൃദം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് എനർജി മൊത്തം അവർ ഡ്രെയിൻ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളും ഒരു ടോക്സിക് പേഴ്സൺ ആയിട്ട് മാറുകയും നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റിവിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും ഒരു അഡ്വൈസും സ്വീകരിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഇവർക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം മാത്രമേ കാണത്തുള്ളൂ. ചില ആളുകളുണ്ട്, നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോയാലും നിങ്ങളോട് ഭയങ്കര പുച്ഛമായിരിക്കും, നിങ്ങളെ കൊണ്ടൊന്നിനും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളെ തളർത്തി അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ അങ്ങനെ ആക്കുന്ന ചില സൗഹൃദങ്ങളുണ്ടല്ലേ. അത് ചിലപ്പോൾ ഒരു സ്നേഹത്തോടെ പറയുന്ന ആൾക്കാരും ഉണ്ട്, ചിലർ ഹാർഷായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ യഥാർത്ഥ സുഹൃത്ത്. അപ്പോൾ ഇതുപോലെ നമ്മളെ എന്ത് കാര്യത്തിനും മടുപ്പിക്കുകയും അതുപോലെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നല്ലൊരു സുഹൃത്ത് ആയിരിക്കില്ല. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് നല്ല സൗഹൃദമുള്ള ഒരു കൂട്ടുകാരി ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരനായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചതോ കുട്ടിക്കാലത്തെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരോ ആയിരിക്കട്ടെ, നമ്മൾ അത്രയും നല്ല സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവരോട് ചെലവഴിച്ചിരുന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളോട് ചിലപ്പോൾ അവർ പിണങ്ങി പോയിട്ടുണ്ടായിരിക്കാം. ആ സൗഹൃദത്തിന്റെ ബന്ധം തന്നെ അവസാനിപ്പിച്ച് പോയിട്ടുള്ളതായിരിക്കാം. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റായിരിക്കാം. വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നത്, കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത് നമ്മൾ നല്ലൊരു നിലയിൽ എത്തുമ്പോഴായിരിക്കും പഴയ സൗഹൃദം പറഞ്ഞു വരുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാത്തവരായിരിക്കും പിന്നീട് വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ലല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അടച്ച അധ്യായത്തിൽ വെച്ചേക്കുന്ന ചില മനുഷ്യരുണ്ടായിരിക്കുമല്ലോ. അതിന് എത്ര വലിയ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാലും ഒരാളിൽ നിന്ന് നമുക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയും അവർ വർഷങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് നമ്മളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് നിരീക്ഷിക്കുക, എന്തിനാണ് അവർ വന്നത് എന്നുള്ളത്. വീണ്ടും പഴയ രീതിയിലുള്ളൊരു സൗഹൃദം നിങ്ങൾ കൊടുക്കാതിരിക്കുക. അവരിൽ എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ആളുകളുടെ ഉദ്ദേശം പലതരത്തിലായിരിക്കും. എന്തുദ്ദേശത്തിലാണ് അവർ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരുന്നതെന്ന് അറിയത്തില്ലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കൽ അകറ്റി നിർത്തിയ ആളുകളെ വീണ്ടും ജീവിതത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ചില ആളുകൾക്കാണെങ്കിൽ വൈരാഗ്യ ബുദ്ധി ഉണ്ടായിരിക്കും. ചിലപ്പോൾ പണ്ട് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ പിണങ്ങി പോയിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് പ്രതികാരം ചെയ്യാൻ വരുന്ന സുഹൃത്തുക്കളും നമുക്കിടയിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അത്തരം ആളുകൾ നമ്മൾ തുടക്കത്തിലെ തന്നെ അവരെ നമ്മളുമായിട്ട് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. മനുഷ്യരുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആരിലും അമിതമായ വിശ്വാസം കൊടുക്കാനോ അല്ലെങ്കിൽ ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാനോ ശ്രമിക്കരുത്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഒരമ്മയുടെ വയറ്റിൽ പിറന്ന 3 മക്കളും 3 സ്വഭാവം ഉള്ളവരാണല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാണല്ലേ നമ്മുടെ സൗഹൃദത്തിൽ വരുന്ന പല വ്യക്തികളും ഒരേ സ്വഭാവം ഉണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൈകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കൈകളിലുള്ള 5 വിരലുകളും 5 സൈസാണല്ലേ. ഒന്ന് വലുതും ഒന്ന് ചെറുതും, പലതും പല ഷേപ്പിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഓരോ വിരലിനും അതിൻ്റെതായ ഉപയോഗവുമുണ്ട്. നമ്മുടെ ചൂണ്ടുവിരലിന്റെ ഉപയോഗം എന്ന് പറയുന്നതായിരിക്കില്ല തള്ളവിരലിനുള്ളത്, ചെറുവിരലിനുള്ളത്. അങ്ങനെ ഓരോ വിരലിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 5 വിരലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൈ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് മനുഷ്യരുടെ കാര്യവും. നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള സ്വഭാവം ഉണ്ടായിരിക്കും. എല്ലാ ആളുകളെയും നമ്മൾ ചേർത്ത് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക. എന്ന് കരുതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അപ്പാടെ ഉപേക്ഷിക്കുകയും വേണം. അത്തരം സ്വഭാവമുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം എല്ലാവർക്കും അവരുടേതായ സ്വഭാവ ദൂഷ്യങ്ങളും നല്ല വശങ്ങളും ഉണ്ട്. ഒരു മനുഷ്യന്റെ നല്ല വശങ്ങൾ മാത്രം നമ്മൾ എപ്പോഴും എടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരിലും മോശം സ്വഭാവം ഉണ്ടായിരിക്കും, നമ്മളിലും ഉണ്ട്. പക്ഷെ ആ ഒരു മോശം സ്വഭാവം നമ്മളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തികളുമായി അകലം പാലിക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ. ചില ആളുകൾ നമ്മളോട് എത്രയൊക്കെ നമ്മൾ അകറ്റി നിർത്തിയാലും നമ്മളിൽ നിന്ന് അവർ വിട്ടുപോകത്തേ ഇല്ലല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരു പരിധിക്കപ്പുറം അടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. എല്ലാവരിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നതും അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അവനവൻ തന്നെ അവനവന്റെ ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെയാണ് വാല്യൂ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സൗഹൃദം എന്ന് പറയുന്ന ഒരു വികാരം ഏത് റിലേഷൻഷിപ്പിലും നമുക്ക് പ്രയോഗിക്കാവുന്നതാണല്ലേ. ആ
അപരിചിതനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് അറിവുള്ള ഒരാൾ പറഞ്ഞു തരുന്നത് അയാളെ ഒരു സുഹൃത്തായി കാണണം എന്നാണല്ലേ. അപ്പം എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും നമ്മൾ സുഹൃത്തായി കാണുകയും അതുപോലെ തന്നെ നമ്മൾ അതേസമയം എപ്പോഴും അലേർട്ടായി ഇരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ എത്രമാത്രം നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള സൗഹൃദങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളായിരിക്കാം നിങ്ങളോടൊപ്പം ഇപ്പോഴും ഉള്ളത്. അങ്ങനെ നല്ല സുഹൃത്തുക്കളെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇന്നത്തെ ഈ കപട ലോകത്ത് ഇത്രയും സ്വാർത്ഥരായ മനുഷ്യർക്കിടയിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും നല്ലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ അതിൽ പരം സന്തോഷമൊന്നും നമുക്ക് കിട്ടാനില്ലല്ലേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം ജാഗരൂകരായിരിക്കണം. നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ചിന്തിക്കണം. ഏതൊരു വ്യക്തിക്കും നമ്മളുടെ ലൈഫിലേക്ക് സ്ഥാനം കൊടുക്കുന്നതിന് മുന്നേ ഒരു 100 വട്ടം നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു മനുഷ്യനും പൂർണ്ണനല്ല, എല്ലാവർക്കും അവരുടേതായ കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ഈ പറഞ്ഞ ഈ കുറ്റങ്ങളും കുറവുകളൊക്കെ ഒരുപക്ഷെ എനിക്കും ഉണ്ടായിരിക്കാം, നമ്മൾ പോലും അറിയാത്തതായിരിക്കാം. എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റാൻ ശ്രമിക്കുകയും വേണം. അതുപോലെ തന്നെ ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ ടോക്സിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളിൽ നിന്ന് നമുക്ക് അകലം പാലിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാവരോടും നമുക്ക് അങ്ങനെ ഒരു അകലം പാലിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരാണെങ്കിൽ നമുക്ക് അവരെ പെട്ടെന്ന് ഒഴിവാക്കാനോ പറ്റത്തില്ല അല്ലേ. അപ്പം അവരോട് പെട്ടെന്ന് അങ്ങനെ അകലം പാലിക്കാതെ പതിയെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും നിരീക്ഷിക്കുക, മനസ്സിലാക്കുക, മാക്സിമം പിന്നെ അവരിലേക്ക് പതിയെ ഒരു അകലം കൊണ്ടുവരിക എന്നുള്ളതാണ്. തുടക്കത്തിലെ നമുക്ക് ആരെക്കുറിച്ചും അറിയാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരെയും നമ്മൾ സംശയത്തിന്റെ നിഴലിൽ കാണുകയും വേണ്ട. കാരണം നമുക്ക് മുന്നേ ഉള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലോട്ട് വരുന്നതും അതുപോലുള്ള ആളുകളാണ് നമ്മളൊരു പ്രീ ജഡ്ജ്മെന്റ് ചെയ്യുകയും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് പതിയെ മനസ്സിലാക്കി എടുത്തതിന് ശേഷം ആളുകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ മുന്നേ ആണെങ്കിൽ ഞാൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് അടുത്ത് സൗഹൃദത്തിൽ ഏർപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ ഒത്തിരി തവണ ആലോചിച്ചിട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് ഒരാളിനെ കൊണ്ടുവരികയുള്ളൂ. അതുപോലെ തന്നെ കൊണ്ടുവന്നാൽ പോലും ഞാൻ ഒരു ബൗണ്ടറിക്കുള്ളിൽ മാത്രമേ അവരെ നിർത്തത്തുള്ളൂ. അതെൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കത്തില്ല, നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളായിരിക്കാം ചുറ്റുമുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലേക്ക് ആഴത്തിലെടുക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. അപ്പം നമ്മൾ എല്ലാം ഒരു മിനിമം രീതിയിൽ നമ്മൾ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു സുഹൃത്ത്. നമ്മളെക്കാൾ നല്ലൊരു സുഹൃത്തിനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ മനസ്സ് എന്താണെന്ന് അറിയാനും നമ്മൾ എന്താണെന്ന് അറിയാനും നമുക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം, ചിലപ്പോൾ മറ്റു ചിലരായിരിക്കാം. എത്രയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാവരിലും ഒരു മുഖംമൂടി ഉണ്ടല്ലേ. നമ്മൾ എല്ലാ മനുഷ്യരും ഒരു മാസ്ക് ധരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയാണ് പറയുന്നത്. നമ്മൾ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളെ മനസ്സിലാക്കാനായിട്ട് ഈ ലോകത്ത് വേറൊരാൾക്കും അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്താവുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക, ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. ലൈഫ് ഹാസ് നോ റീവൈൻഡ് എന്നാണ് പറയുന്നത്. സോ സ്റ്റേ സേഫ് ആൻഡ് ലവ് യുവർ എനിമി. നിങ്ങളുടെ ശത്രുവിനെയും നിങ്ങൾ സ്നേഹിക്കാനായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്രമാത്രം ശക്തവാന്മാരാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ദൗർബല്യങ്ങളും നമ്മുടെ മറ്റു കാര്യങ്ങളും എല്ലാം അറിയാവുന്നത്, നമ്മുടെ എല്ലാ നെഗറ്റീവ് സൈഡും അറിയുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് മാത്രമാണ്. ഉറ്റ സുഹൃത്ത് പോലും മനസ്സിലാക്കാത്ത അത്രയും കാര്യങ്ങൾ നമ്മുടെ ശത്രുക്കൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശത്രുക്കളെയും നമ്മൾ സ്നേഹിക്കാനായിട്ട് പഠിക്കുക. പക്ഷെ ഒരു അകലം പാലിച്ചുകൊണ്ട് മാത്രം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിക്കുമ്പോഴാണല്ലേ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടും ആളുകളെ സഹായിക്കുകയും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. കൂടുതൽ സഹായം ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഏറ്റവും അടുത്ത ശത്രുക്കളായിട്ട് പെട്ടെന്ന് മാറും. അപ്പൊ അതിനൊരു അവസരം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ തിരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നിങ്ങൾക്ക് സൗഹൃദങ്ങളിൽ നിന്ന് പറ്റിയിട്ടുള്ള പാളിച്ചകളും അബദ്ധങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. അപ്പോൾ നമ്മളിതേ
ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇന്ന് എഗ്ഗ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്രയാണ്. ആമിക്ക് എക്സാം നടക്കുന്നതുകൊണ്ട് പുറത്ത് പോകുന്നില്ല എന്നും പറഞ്ഞാണ് ഇരുന്നത് കേട്ടോ. പക്ഷേ പെട്ടെന്നാണ് നമ്മൾ ഈ എക്കോ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസായ കാര്യം അറിഞ്ഞത്. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോയിട്ട് വരാമെന്ന്. നമ്മൾ അല്ലാതെ എക്സാം ടൈമിൽ അങ്ങനെ പുറത്തൊന്നും പോകത്തേ ഇല്ല. പക്ഷേ ഇനിയിപ്പോൾ സൺഡേയും കൂടെ അവൾക്ക് ലീവ് ഉള്ള കാരണം കൊണ്ട് പിന്നെ പോകാമെന്ന് കരുതി കേട്ടോ. ആമിയെ ഒന്ന് സ്കൂളിൽ നിന്നൊക്കെ പോയി വിളിച്ചിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ സിനിമ നല്ല അടിപൊളി സിനിമയാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു മിസ്റ്ററി മൂവി ആയിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഇതിൽ പറയുന്നത്. കണ്ടവരെന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ ഇഷ്ടമായോന്ന്. ഞങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. സത്യത്തിൽ ഞാൻ കുറച്ച് സമയം ഇരുന്ന് ഉറങ്ങിപ്പോയി. സിനിമ തുടങ്ങി ഭയങ്കര സൈലൻ്റ് ആയ കാരണം കൊണ്ട് ഒരു അരമണിക്കൂർ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് പിന്നീടാണ് ഞാൻ സിനിമ കണ്ടത് കേട്ടോ. പക്ഷേ കഥയൊക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിനിമയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ വന്ന് മാളിൽ തന്നെ കുറച്ച് നേരം ഇരുന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം എനിക്കും ആമിക്കും ഒക്കെ വയ്യാതായി, മൂക്കടപ്പും ജലദോഷവും ഒക്കെ ആയി. പിന്നെ ആമിക്ക് പനിയൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങളിവിടെ ബുക്ക് സ്റ്റാളിലൊന്ന് കയറി. ബുക്ക് സ്റ്റാളിൽ എന്തെങ്കിലും പുതിയ മലയാളം ബുക്ക് വന്നിട്ടുണ്ടോ നോക്കാൻ കയറിയപ്പോൾ അവിടെ തമിഴും ഇംഗ്ലീഷും മാത്രമേ ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒന്നും മേടിച്ചില്ല. പിന്നെ ക്രിസ്മസിന്റെ പുതിയ കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കാനാണ് കയറിയത് കേട്ടോ. ഒരു സാധനവും മേടിച്ചിട്ടൊന്നുമില്ല. പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ ഫുഡ് കോർട്ടിൽ കയറിയിട്ട് അവിടെ മാളിൽ നിന്ന് തന്നെ ഇല ബിരിയാണിയും പിന്നെ കറിദോശയും മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീക്ക് മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.